Dear students, the next important portion from biodiversity module is the part which deals with the values of biodiversity. So this particular portion is little bit dry. Anyway, we will study with adding some interesting points. Okay, coming to the topic. First, we will discuss about the important values related to the points related to the values of biodiversity. Okay, biodiversity has a fundamental value to humans because we are so dependent on it for our cultural, economic and environmental well-being. നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ബയോഡൈവേഴ്സിറ്റിയെ പറ്റി ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നവരാണ് വി ഹ്യൂമൻസ്. Why? We are in need of biodiversity because we are depending on biodiversity for many reasons. For example, for our cultural, economic and environmental well-being. നമ്മുടെ കൺട്രിയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല കൺട്രീസിൻ്റെ അല്ലെങ്കിൽ കോണ്ടിനെൻസിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റി വരുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ ബീയിങ്സ് വി ആർ യൂട്ടിലൈസിങ് ദ economic part of this biodiversity by means of we are depending biodiversity for shelter, then for medicines, for food and so many such things are we will discuss in later slides. And also environmental well-being. Okay, we are need of good atmosphere or good air to breathe, drink pure water for well-being. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂസ് എല്ലാം മിക്സ് ചെയ്ത് കിടക്കുകയാണ്. ദെൻ ബയോഡൈവേഴ്സിറ്റി ഫോംസ് ദ ബാക്ക് ബോൺ ഓഫ് viable ecosystems on which we depend on for basic necessities, security and health. And the elements of biodiversity can contribute to cultural identity, and many ecosystem characteristics are frequently incorporated into cultural traditions. For example, in folklore, നമ്മുടെ പൈതൃകമായിട്ട് കിട്ടുന്ന നമ്മുടെ പല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ് റിച്വൽസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, തെയ്യം ഫോർ എക്സാമ്പിൾ തെയ്യത്തിൽ ഉപയോഗിക്കുന്ന പല കളേഴ്സും ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ആർട്ടിഫിഷ്യൽ, ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഗ്രൈൻഡിങ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട് റിൻസ്. ഓക്കെ, അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. Then local animals are used to symbolize societal values or to explain unusual events. ഇപ്പോൾ നമ്മൾ പിന്നെന്താണ് എലിഫൻസിന് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ സർക്കസിൽ മറ്റ് ആനിമൽസിനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടാതെ ഹ്യൂമൻ ബീയിങ്സിന് നമുക്ക് ജീവിക്കാനേ കഴിയില്ല. Then other phases of human well-being such as health and economic and പൊളിറ്റിക്കൽ സെക്യൂരിറ്റി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ക്യാൻ ഇൻഫ്ലുവൻസ് ദ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ദീസ് ഇൻക്ലൂഡ് ദ പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ന്യൂ ഫുഡ്സ്, മെഡിസിൻസ് ആൻഡ് എനർജി. അപ്പോൾ ഇവിടെ 2-3 ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ ദറ്റ് ഈസ് ഇറ്റ്സ് എ ക്രോസ് ബിറ്റ്വീൻ ടൈഗർ ആൻഡ് ലെപ്പേർഡ്. ഓക്കെ, സോ ദ ആനിമൽ ഈസ് നെയിംഡ് ആസ് ലൈഗർ. അപ്പോൾ അതെന്തിനു വേണ്ടി മനുഷ്യൻ ചെയ്യുന്നു? ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പാടുള്ളതാണോ? ദിസ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് വാല്യൂ. അതൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ പംകിൻസ്, അത് ഷെൽഫ് ലൈഫ് കൂടിയ മത്തനെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ ദ തേർഡ് ഫോട്ടോ വിച്ച് ഡെപിക്സ് ദ കളർഫുൾ കോൺസ്, മൾട്ടി കളേർഡ് കോൺസ്, മെയ്സ് കണ്ടോ, ചോളം, പലതരത്തിലുള്ള ചോളം. സോ ഇറ്റ് ഇൻക്രീസസ് ബൈ എന്താണ് പ്രൊഡ്യൂസിങ് സച്ച് തിങ്സ് വി ക്യാൻ ഇൻക്രീസ് ദ economical value of these things. So these include potential sources of new foods, medicine and energy which can further fuel economic activity as well as healthier population. So biodiversity has proven to hold enormous value when adapted for use in health, agriculture and industrial applications. So we are rearing or producing disease resistant, drought resistant varieties. Then stress resistant crops. Then അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക്
ആ ബയോഡൈവേഴ്സിറ്റിയെ കൂടുതൽ അതിന് വാല്യൂ കൊടുക്കാനും അതെന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ ഹെൽത്ത്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ അലോൺ അപ്രോക്സിമേറ്റ്ലി 50% ഓഫ് കറണ്ട് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം മോഡൽഡ് ആൻഡ് നാച്ചുറൽ സബ്സ്റ്റൻസസ്. നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ്, പെയിൻ കില്ലേഴ്സ്, ഇതെല്ലാം തന്നെ നേച്ചറിൽ നിന്ന് എടുക്കുകയോ അതിൽ നേച്ചറിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് മാൻ ഈസ് പ്രൊഡ്യൂസിങ് സം എന്താണ് സിമിലർ എന്താണ് കെമിക്കൽ ഐസോട്ടോപ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുപോലെ അവിടെയും നമുക്ക് 50% ഓഫ് മെഡിസിൻ പോലും അതിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. ദ ഹെൽത്ത് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇക്കോസിസ്റ്റംസ് ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇഫക്റ്റ് ഓൺ ദ ഓവറോൾ സ്റ്റെബിലിറ്റി ഓഫ് നിയർ ബൈ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ആ ഇക്കോസിസ്റ്റവും നിയർ ബൈ ഇക്കോസിസ്റ്റങ്ങൾ തമ്മിൽ ഒരു ഇൻറ്ററാക്ഷൻസ്, ഇക്കോസിസ്റ്റമൊക്കെ നിങ്ങൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ, ഫസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പം പിന്നെ അതുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും എല്ലാം ബയോഡൈവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സോ ഇനി കമ്മിങ് ടു അവർ ടോപ്പിക്, ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ടോപ്പിക് തുടങ്ങുന്നത്. ഹിയർ വി ക്യാൻ സി എ ഫ്ലോ ചാർട്ട് വിച്ച് എക്സ്പ്ലൈനിങ് the main branches of or subdivisions of this values of biodiversity. So values of biodiversity as far as mankind is concerned fall under two major categories. ആദ്യമേ പറയട്ടെ, ഹ്യൂമൻ ബീയിങ്ങിന് ആണ് ഈ ഡിവിഷൻസിൻ്റെ എല്ലാം ആവശ്യം, ബിക്കോസ് വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ബയോഡൈവേഴ്സിറ്റി ആസ് വെൽ. So values of biodiversity can be broadly classified into two types of values: direct values and indirect values. And again this direct values can be again divided into two: consumptive use values and productive use values. And indirect values can be broadly classified into 5 sections. ഇതിൽ കൂടുതൽ സെക്ഷൻ വേണമെങ്കിൽ ആക്കാം indirect valuesനെ. And here it is for our convenience we classified the indirect values into 5 categories: social and cultural values, ethical values, aesthetic values, option values, and environment service values. Okay, so in coming slides we will discuss about these values on the basis of this flowchart. Okay, once again I am repeating, the values of biodiversity for mankind we can classify it into 2 categories: direct values and indirect values. So direct values is again classified into 2: consumptive use values and productive use values. And indirect values, here it is divided into 5. We can divide 6 or 7 categories also. And social, cultural values, ethical values, aesthetic values, option values, environment service values. Okay, first we will discuss about the direct values. So what is this direct value? Direct values are concerned with the enjoyment or satisfaction received directly by biological resources. അപ്പം നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു മാങ്ങ നിറഞ്ഞു നിൽക്കുന്നു, നമ്മൾ നേരിട്ടെടുത്ത് കഴിക്കുന്നു. സോ വി ആർ ഡയറക്ട്ലി യൂസിങ് ദിസ് എന്താണ് ബയോഡൈവേഴ്സിറ്റി part of or the gift from biodiversity, we are directly using it. So they can be relatively easily observed and measured, often by assigning prices to them. അപ്പോൾ നമുക്കതിനൊരു വിലയിടാൻ പറ്റും. എന്തുമാത്രം ഷുഗർ കണ്ടൻറ്റ് അതിലുണ്ട്, എന്തുമാത്രം പിന്നെ എന്താണ് അതിനൊരു എന്താണ് ഒരു കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്. സോ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ നേച്ചറിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെയാണ് നമ്മൾ അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഡയറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. So this direct value can be again subdivided into consumptive use value and productive use value or productive value. Okay, consumptive use value, that is non-market value, നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും അത്. Productive use value means we are making some products from the nature, products by utilizing the nature. So it is otherwise called as commercial value. So direct value is again divided into 2: consumptive use value or non-market value
productive value or productive use value or commercial value. So now coming to next slide, we will discuss about direct consumptive value. So the value of nature's products that are consumed directly as firewood, fodder and meat and food. Meat എന്ന് പറയാം, നമുക്ക് ഫുഡ് എന്നും പറയാം. So in other words, the products which are consumed directly without passing through the market. So consumptive use value seldom appear in national income accounts. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കൺട്രിയുടെ എത്ര എന്താണ് ഇൻകം ഉണ്ടെന്നുള്ള കണക്കിലേക്ക് അതുകൊണ്ട് ഇത് കയറത്തില്ല. ബിക്കോസ് ദ പീപ്പിൾ ഈസ് ഡയറക്ട്ലി യൂസിങ് വിത്തൗട്ട് യൂസിങ് എനി മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിലേക്ക് പോയാൽ മാത്രമേ നമുക്കത് കൗണ്ടബിൾ ആവുന്നുള്ളൂ. ഈ ഫിഗറിൽ തന്നെ നോക്കൂ, ദിസ് ലേഡി എന്താണ് village lady, she is using firewood. Okay, so firewood is a perfect example of direct consumptive product. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എത്രത്തോളം ഫയർവുഡ് ഈ ലേഡി പോയി കാട്ടിൽ നിന്ന് എടുക്കുന്നുണ്ടെന്നൊരു കണക്കുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, സോ ഇറ്റ് ഈസ് കൺസംപ്റ്റീവ് യൂസ് വാല്യൂ സെൽഡം അപ്പിയർ ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ട്സ്. Then again, the most important point of consumptive use is that some rural communities, tribals, and close which are normally they are living near to the forest or other natural areas can prosper through sustainable harvesting of wild species. അവർക്ക് നേരിട്ട് പോയാൽ കാട്ടിൽ നിന്ന് എടുക്കാൻ വളരെ ഈസിയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ കൺസംപ്റ്റീവ് യൂസ് വാല്യൂവിനെ എൻജോയ് ചെയ്യുന്നവർ. സോ hunting, direct consumption, example collection of berries, mushrooms, herbs, plants are all consumptive uses. Clear ആണോ? അപ്പോൾ അവരത് ഡയറക്റ്റായിട്ട് നേച്ചറിനെ യൂസ് ചെയ്യുന്നവരായിരിക്കും. ദെൻ പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ, രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വന്ന് പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ. ഇപ്പോൾ ഈ ഫോട്ടോയിൽ തന്നെ കണ്ടാൽ അറിയാം, ദാറ്റ്സ് ഇറ്റ്സ് എ വുഡൻ ഹൗസ്. അത് വുഡ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഫ്രം ദിസ് nature or part of the biodiversity, but here it is processed. നന്നായിട്ട് ടിമ്പറായിട്ട് മാറ്റി അത് പോളിഷ് ചെയ്ത് ഇത്രയും ഭംഗിയുള്ള ഒരു വുഡൻ ഹൗസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദിസ് ഈസ് ദ കാറ്റഗറി കംപ്രൈസസ് ഓഫ് മാർക്കറ്റബിൾ ഗുഡ്സ്. അപ്പോൾ അത് മാർക്കറ്റിൽ നിന്ന് മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. സോ ദ ബയോടെക്നോളജീസ് യൂസസ് ബയോറിച്ച് ഏരിയാസ് ടു പ്രോസ്പെക്ട് ആൻഡ് സെർച്ച് ഫോർ പൊട്ടൻഷ്യൽ ജനറ്റിക് പ്രോപ്പർട്ടീസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഇതേപോലെ തന്നെ നേച്ചറിൻ്റെ പാർട്ടാണ് ഓരോ ജീവിയുടെ അകത്ത് കാണുന്ന ജീൻസും ആണല്ലോ. ആൻഡ് ഫോർ ഇൻക്രീസിങ് ഇറ്റ്സ് വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ടൊമാറ്റോ, ദ സയൻറ്റിസ്റ്റ് ആർ ട്രൈയിങ് ടു ഡു ബയോടെക്നോളജി എക്സ്പെരിമെൻറ്റ്സ് ഓഫ് ജനറ്റിക് എൻജിനീയറിങ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഷെൽഫ് ലൈഫ്. അല്ലെങ്കിൽ തക്കാളിയൊക്കെ പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞു പോകും. അപ്പോൾ അതിന് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യുന്നു, ആ ജീൻസിനെ ഉപയോഗിച്ചിട്ട് അവർ ബയോടെക്നോളജിക്കലി the scientists biotechnologists try to improve its quality. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറയാം. ബിക്കോസ് അതൊരു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റീസ് എ ന്യൂ റോ മെറ്റീരിയൽ. അപ്പോൾ എന്താണ്, അതിൽ നിന്നൊക്കെ ഒരുപാട് മരുന്ന് അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഇപ്പോൾ, പണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഡയറക്റ്റായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ആയുർവേദത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, അതിൻ്റെ പല പല ഫോംസ് ഉണ്ടാക്കുന്നുണ്ട്. ഫാർമസിസ്റ്റ് പല പല മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൾസോ നൗ കമ്മിങ് അണ്ടർ പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ ഇൻഡസ്ട്രീസ് ബയോഡൈവേഴ്സിറ്റി ഇസ് എ റിച്ച് സ്റ്റോർ ഹൗസ് ടു ഡെവലപ്പ് ന്യൂ പ്രോഡക്ട്സ്. അത് പറയാതെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫോർ ദ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് ദ ബയോഡൈവേഴ്സിറ്റി ഇസ് ദ ബേസിസ് ഫോർ ഡെവലപ്പിംഗ് ബെറ്റർ ക്രോപ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ക്രോപ്സ് ഉണ്ടാക്കുന്നത്. സോ അത് നാച്ചുറലി ഉണ്ടാകുന്നതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കൺസംപ്റ്റീവ് യൂസ് വാല്യൂ എന്ത് വാല്യൂ ആയിട്ട് മാറും, പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ ആയിട്ട് മാറും. ദെൻ ഹിയർ നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, ആനിമൽ സ്കിന്ന് കാർപ്പറ്റ് പോലെ ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ചില ആനിമൽസിൽ അത് യൂസ് ചെയ്യാം. പ്രോഡക്ട്സ് സച്ച് ആസ് ആനിമൽ സ്കിൻസ്, ഐവറി, ഇതെല്ലാം ഇന്ന് നിരോധിച്ചിട്ടുണ്ട്. ദെൻ മെഡിസിനൽ പ്ലാന്റ്സ്, ഹണി, ബീ വാക്സ്, ഫൈബേഴ്സ്, ഇതെല്ലാം പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ ആയിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വിൽ ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദ ഇൻഡയറക്റ്റ് വാല്യൂസ്. അപ്പോൾ ഇൻഡയറക്റ്റ് വാല്യൂ ആണ് 4 മാർക്സിൽ സാധാരണ കൂടുതലും ചോദിക്കുന്നത്. അതിൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻ തോന്നുന്നതായതുകൊണ്ട് കേട്ടോ.
സോ ഇൻഡയറക്റ്റ് വാല്യൂസ് ആർ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ലിവിങ് വേൾഡ്. അതായത് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഡയറക്റ്റായിട്ട് അല്ലാതെ എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ സ്ലൈഡ്സ് നോക്കുമ്പോൾ ക്ലിയർ ആവും. സച്ച് വാല്യൂസ് ഇൻക്ലൂഡ് ഇക്കോളജിക്കൽ, എഡ്യൂക്കേഷണൽ, കൾച്ചറൽ, സോഷ്യൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ്. ദെൻ ഇൻഡയറക്റ്റ് വാല്യൂ ജനറലായിട്ട് 2 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള പോയിൻറ്റ്സാണിത്. ദാറ്റ് ഈസ് indirect value. Most important one is energy fixation through photosynthesis. It's an indirect value of biodiversity because plants are the main producers of the whole living world. The plants, they are autotrophic in nature. Only organism in the whole world which is able to convert sun's energy into chemical energy, that is by utilizing the carbon assimilation or photosynthesis, they convert the light energy to chemical energy, that is the production of glucose. So അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകം നിലനിൽക്കുന്നത്. ബട്ട് ദറ്റ് വാല്യൂ അത് എന്നിട്ട് ആ പ്ലാന്റ്സിൽ നിന്നുള്ള എനർജി ബൈ പാസിങ് ത്രൂ ഫുഡ് വെബ് ഫുഡ് ചെയിൻ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്നില്ലേ. സോ ഇറ്റ് ഈസ് എ ഇൻഡയറക്റ്റ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ദെൻ ജീൻ ഫ്ലോ ത്രൂ പൊളിനേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Then maintenance of water cycle, recharging of groundwater, protection of watersheds, ഇതെല്ലാം ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. കാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്, തുള്ളി തുള്ളിയായിട്ട് വരുന്ന വെള്ളം. അതെങ്ങനെയാണ് വാട്ടർ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് +2 മുതലേ ഞങ്ങൾ പഠിക്കുന്നതാണ്. ദെൻ സോയിൽ ഫോർമേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് സോയിൽ ഫ്രം ഇറോഷൻ, മെയിൻ്റെനൻസ് ഓഫ് ന്യൂട്രിയൻ സൈക്കിൾ, അബ്സോർപ്ഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് പൊല്യൂട്ടൻസ് അല്ലേ. അപ്പം പൊല്യൂഷൻ എയറോസോൾസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് ഉണ്ടാകുമ്പോൾ അതിനെ കെമിക്കലി ഡീകമ്പോസ് ചെയ്ത് നേച്ചർ തന്നെയാണ് അത് അബ്സോർവ് ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. സോ റെഗുലേഷൻ ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ്, ദെൻ പ്രിസർവേഷൻ ഓഫ് സയൻറ്റിഫിക്, എഡ്യൂക്കേഷൻ, സോഷ്യോ കൾച്ചറൽ, aesthetic values of natural environment. So these are all coming under this indirect values. So for our convenience we can discuss about this social values, ethical values, aesthetic value, option values. Then non-consumptive values coming under indirect values. So these are the indirect value of ecosystem functions such as watershed. നേരത്തെ പറഞ്ഞതിനെ കുറച്ചുകൂടി ഫിഗേഴ്സൊക്കെ കൊടുത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അത് എല്ലാം നോൺ കൺസംപ്റ്റീവായിട്ട് നമ്മൾ പോലും അറിയാതെ നേച്ചർ നമുക്ക് തരുന്നതാണ്. ഓക്കെ. ദെൻ സോഷ്യൽ വാല്യൂ. അപ്പോൾ സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റ്സ് റിലീജിയസ്, സ്പിരിച്വൽ ആൻഡ് അതർ കൾച്ചറൽ യൂസസ്. നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്താണ്, നമ്മളൊരു പിന്നെന്താണ് ഫോർ എക്സാമ്പിൾ ഓണത്തിന് ഇല ഉപയോഗിക്കാതെ ആരെങ്കിലും ഊണ് കഴിക്കുമോ? പിന്നെ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പില്ലാതിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പിന്നെ ഏതെങ്കിലും ചർച്ചിലോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ അവിടെ പോലും ഈ പന്തൽ നാട്ട് കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പന്തൽ കെട്ടുന്നതിന് മുമ്പ് ഒരു മുള കുത്തുക എന്നൊക്കെ പറയുന്നത്. സോ ദീസ് ആർ ആൾ ഇൻ കണക്ഷൻ വിത്ത് ദി റിലീജിയസ്, സ്പിരിച്വൽ ആൻഡ് അതർ കൾച്ചറൽ യൂസസ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തെയ്യം, പിന്നെ അങ്ങനെ ഒരുപാട് നിങ്ങൾ ആലോചിക്കുക. ചുമർ ചിത്രകല, ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ്സ്, അതിലൊക്കെ യൂസ് ചെയ്യുന്നത് നേച്ചേഴ്സ് കളേഴ്സാണ്. ഇടിച്ചു പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറും മ്യൂറൽ പെയിൻറ്റിങ്സ് യൂസ് ചെയ്യത്തില്ല. മെനി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് റിച്വൽ സിഗ്നിഫിക്കൻസ്, അത് നമുക്കറിയാമല്ലോ. പിന്നെ റിച്വൽസ്, നമ്മുടെ റിച്വൽസുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ്സും ആനിമൽസും ഉപയോഗിക്കാറുണ്ട്. ദ എൻ്റയർ ഇക്കോസിസ്റ്റം ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ കൾച്ചറൽ സ്പിരിച്വൽ പർപ്പസസ്. ഈ പ്രകൃതിയെ പൂജിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ, അതൊരു പാർട്ട് ഓഫ് ദ നേച്ചർ പ്രൊട്ടക്ഷൻ. പിന്നെ ചില മരങ്ങൾ നമ്മൾ വളരെ സേക്രഡായിട്ട് വിചാരിക്കും, സേക്രഡ് ഗ്രോസ്. അപ്പോൾ അതിനകത്ത് അത്രയും മരങ്ങളെങ്കിലും സംരക്ഷിക്കപ്പെടുന്നു. സോ ദീസ് ആർ ഓൾ ഇൻ കണക്ഷൻ വിത്ത് ദിസ് സോഷ്യൽ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. Then ethical value. So that is, although economic arguments can be advanced to justify the protection of biological diversity, there are also strong ethical arguments. ഇപ്പോൾ നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ് നിങ്ങൾ സെക്കൻഡ് സെമ്മിലേ അത് പഠിച്ചതാണ്. സോ എത്തിക്സ് ഇതായത് നോക്കൂ. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ബേർഡിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദിസ് ഇസ് ദ സ്റ്റഫ്ഡ്
എക്സ്റ്റിങ്ക്റ്റ് ബേർഡ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഇസ് ഡോഡോ ബേർഡ്. ഡോഡോ ബേർഡിന് എക്സ്റ്റിങ്ഷന് കാരണമായ ഹ്യൂമൻ ബീയിങ്ങും കാണിച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത് കാരണം എന്താണ്? ഈ ഡോഡോ ബേർഡ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതുകൊണ്ട്, ഡോഡോ ബേർഡിനെ മനുഷ്യർ പോയി ഒരുപാട് കൊന്ന് നശിപ്പിച്ചതുകൊണ്ട് ആ ഐലൻഡിലുണ്ടായിരുന്ന ഒരു ട്രീയും കൂടെ എക്സ്റ്റെൻഡ് ആയിപ്പോയി. എന്നുവെച്ചാൽ ഡോഡോ ട്രീ, അതിൻ്റെ സീഡ് ഇതിൻ്റെ എന്താണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെ കടന്ന് കെറോഡ് ചെയ്ത് ഇതിൻ്റെ ഫിക്കൽ മാറ്ററുള്ള വെളിയിൽ വീണാൽ മാത്രമേ ദിസ് ഡോഡോ സീഡ് ഈസ് ഏബിൾ ടു ജെർമിനേറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? ഇത് രണ്ടും ഇല്ലാതായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പീപ്പിൾ ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു, ദാറ്റ് ഈസ് എത്തിക്കൽ ഇഷ്യൂസാണ് ഇതെല്ലാം. പീപ്പിൾ ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു ഡിസ്ട്രോയ് സ്പീഷീസ് ആൻഡ് ഷുഡ് ടേക്ക് ആക്ഷൻ ടു പ്രിവെൻറ്റ് ദെയർ എക്സ്റ്റിങ്ഷൻ. So the loss of one species have a far-reaching consequences to biological community and human society. കണ്ടോ? അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വലിയൊരു ലോസാണ് ലോകത്തിനുണ്ടാക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ മനുഷ്യന് എന്തെങ്കിലും അവകാശമുണ്ടോ? അപ്പോൾ ഈ അവകാശം ഇല്ല എന്നൊരു ബോധത്തിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴാണ് ദർ ഇസ് എത്തിക്കൽ വാല്യൂ ഉണ്ടാകുന്നത്. So must learn to minimize the environmental damage and take responsibility for their action. So people also have responsibility to future generations of humans to keep the earth in good condition. അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ നമുക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരുന്ന തലമുറകൾക്കും മറ്റ് ആനിമൽസിനും കൂടെ ജീവിക്കാനുള്ളതാണ് ഈ ലോകമെന്നും ഈ എർത്തെന്നും അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ബോധമാണ് എത്തിക്കൽ ഇഷ്യൂ എന്ന് നമ്മൾ എത്തിക്കൽ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, തന്നെ എസ്തെറ്റിക് വാല്യൂസ് ഉണ്ട് ബയോഡൈവേഴ്സിറ്റിക്ക്. രണ്ട് ഫിഗർ നോക്കിക്കുക. സ്മോൾ ഗേൾ, ഷീ ഈസ് എൻജോയിങ് റെയിൻ, കണ്ടോ. സോ റിഗാർഡ്ലെസ് ഓഫ് അവർ ഓൺ മെറ്റീരിയൽ സെൽഫ് ഇൻട്രസ്റ്റ് വി ഷുഡ് ട്രീറ്റ് നേച്ചർ റെസ്പെക്റ്റീവ്ലി. നമ്മൾ അറിയാതെ തന്നെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ enlightened self-interest, arguing that preserving biodiversity and developing our knowledge of it will make us better and happier people. നമ്മൾ എപ്പോഴും എസ്തെറ്റിക് സെൻസോടുകൂടി we should face biodiversity. Okay, nearly everyone enjoys wildlife and joy makes our lives good lives. ഇപ്പോൾ ഒരാൾ നോക്കിക്കേ, ഒറ്റയ്ക്ക് ആ കാട്ടിനെ നോക്കിയത് സന്തോഷത്തോടെ നിൽക്കുകയാണ്. A loss of biodiversity could very well limit the creative energies of people in future and thus restrict the development. അപ്പോൾ അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് എസ്തെറ്റിക് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ളൊരു സാധനമാണത് എസ്തെറ്റിക് വാല്യൂസ്. ആൻഡ് ഇറ്റ് ഗിവ് us a temptation to protect biodiversity. ദെൻ ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ദാറ്റ് ഇസ് ഹെൽത്ത് ഏജൻസീസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആർ മേക്കിംഗ് എ മേജർ എഫേർട്ട് ടു കളക്ട് ആൻഡ് സ്ക്രീൻ സ്പീഷീസ് ഫോർ കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് ദ എബിലിറ്റി ടു ഫൈറ്റ് ക്യാൻസർ. ഫോർ എക്സാമ്പിളാണത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പെർട്ടിക്കുലർ ആനിമലിനെയോ ഒരു പ്ലാന്റിനെയോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെയോ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് അതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഓപ്ഷൻ വാല്യൂ. ഇൻ ദ ഇൻടാഞ്ചിബിൾ വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ദാറ്റ് കീപ്പിംഗ് ദ ഓപ്ഷൻ ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് സിംപ്ലി നോയിങ് സർട്ടൺ സ്പീഷീസ് ഒരു ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഓപ്ഷൻ വാല്യൂ. അത് ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രി നടത്താൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു മെഡിസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസീസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള റെമഡി ആയിട്ടായിരിക്കും. സോ എനിവേ നമ്മൾ ദ ഓപ്ഷൻ വാല്യൂ ഓഫ് സ്പീഷീസ് കുഡ് ബി ഒൺലി റീസെൻ്റ്ലി. ഇത് വളരെ റീസെൻ്റായിട്ട് വന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ്സ് ഓപ്ഷൻ വാല്യൂ. ഓക്കെ, സോ ഇൻ സം കേസസ് വെൽ നോൺ സ്പീഷീസ് ഹാവ് ബീൻ ഫൗണ്ട് ടു ഹാവ് എക്സാക്ട്ലി ദോസ് പ്രോപ്പർട്ടീസ് നീഡഡ് ടു ഡീൽ വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഹ്യൂമൻ. നമുക്ക് ഹ്യൂമൻ പ്രോബ്ലത്തിന്, ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് വേണ്ടി മാത്രം നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി, ഒരു പാർട്ടിലുള്ള ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ്, ഒരു പെർട്ടിക്കുലർ ആനിമൽ ഇതിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് ഓപ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഇക്കണോമിക് വാല്യൂ, അത് ഞാൻ നേരത്തെ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. ദാറ്റ് ഈസ് അസസിങ് ബെനിഫിറ്റ്സ് ആൻഡ്
Cost of protecting biological resources provides a basis for determining the total value. അതിൽ നിന്ന് കിട്ടുന്ന ഇക്കണോമിക്കൽ ബെനിഫിറ്റിനെയാണ് നമ്മൾ എക്കണോമിക് വാല്യൂസ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ റിസോഴ്സസ് ഹാവ് എക്കണോമിക് വാല്യൂസ് എന്ന് വെച്ചാൽ ടിമ്പർ, ഫ്രൂട്ട്, ഫ്ലവേഴ്സ്, ഇതിനെല്ലാം എന്തുണ്ട്, എക്കണോമിക് വാല്യൂ ഉണ്ട്. സോ വാല്യുവേഷൻ ഈസ് ഏർലിയസ്റ്റ് ഫോർ ഡയറക്റ്റ് യൂസ് വാല്യൂസ് ക്വയറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഇൻഡയറക്റ്റ് വാല്യൂ യൂസേഴ്സ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ പറയാൻ പറ്റത്തില്ലെങ്കിലും എനിവേ ഇൻഡയറക്റ്റ് വാല്യൂസ് ആർ ദെയർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ദ വാല്യൂ ഓഫ് എ ട്രീ, ഇതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടൊക്കെ ഒരു 20 years ബാക്ക് എന്നുള്ളതാണ് കേട്ടോ. സോ ദ ട്രീ ദാറ്റ് ലിവ്സ് ഫോർ 50 years ജനറേറ്റ്സ് ₹5.3 lakhs വർത്ത് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇത് ഞാനൊരു പഴയ റെഫറൻസിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഈ എമൗണ്ടൊന്നും അല്ല, ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു 10 ഇരട്ടിയെങ്കിലും അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. റീസൈക്കിൾസ് ₹6.4 lakhs വർത്ത് ഓഫ് ഫെർട്ടിലിറ്റി, that is soil fertility. Facilitate ₹6.4 lakhs worth of soil erosion control. Creates ₹10.5 lakhs worth of air pollution control and provides ₹5.3 lakhs worth of shelter for birds and animals. Besides, it provides flowers, fruits and timber. So when one tree falls or is felled, താഴെ വീഴുകയോ മുറിച്ചിടുകയോ, സംതിങ് വർത്ത് മോർ ദാൻ ₹33.9 lakhs ഈസ് ലോസ്റ്റ്. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇത് ക്രോർസ് ആണെന്ന് ആലോചിച്ചോളൂ. ദെൻ സോ തിങ്ക് ബിഫോർ കട്ടിങ് എ ട്രീ. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ദിസ് ആക്ച്വൽ ഫോട്ടോഗ്രാഫ് ഫ്രം ചിപ്കോ മൂവ്മെൻറ്റ്. അതിൻ്റെ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ആക്ച്വൽ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഇതിലൊന്നും പെടാത്തൊരു കാര്യമുണ്ട്, വാല്യൂയിങ് ദ നോൺ മെഷറബിൾ. സം യൂസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓർ വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് ബയോഡൈവേഴ്സിറ്റി ആർ ഇമ്പോസിബിൾ ടു മെഷർ. So these may include the following: unknown genetic material, global life support services, then cultural or religious values. അപ്പം അങ്ങനെയുള്ള വാല്യൂസിനെ നമുക്ക് കൗണ്ട് ചെയ്യാനേ പറ്റത്തില്ല. അൺനോൺ ജനറ്റിക് മെറ്റീരിയൽ, നമ്മൾ എന്തല്ലോ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ജീനിന് നമുക്ക് വാല്യൂ ഇടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ ജീൻ എന്തെല്ലാം തരത്തിൽ ഹൈബ്രിഡൈസേഷൻ നടന്ന് പുതിയ പുതിയ ജീൻ കോമ്പിനേഷൻസ് ഉണ്ടാക്കും, അതിന് നമുക്ക് വിലയിടാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അതൊരു കൺക്ലൂഷനായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് വാല്യൂസ് മെഷർ ചെയ്യാൻ പറ്റാത്ത വാല്യൂസും ബയോഡൈവേഴ്സിറ്റിയുടെ പാർട്ട്. അപ്പോൾ ഇത് മാക്സിമം നോക്കുക, നിങ്ങളുടെ ബുക്കിൻ്റെ റെഫറൻസും കൂടെ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടുക. താങ്ക് യു.